നമ്മളിപ്പോൾ നിൽക്കുന്നത് എടൂര് കാരാപറമ്പ് എന്ന സ്ഥലത്ത് അച്ഛൻ്റെ ഭവനത്തിന് മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്ക് ഭവനത്തിലേക്ക് പോകാം. അച്ഛൻ്റെ മൂത്ത സഹോദരൻ ജിൻഡോ ഇപ്പോൾ നമ്മളോട് ചേരുകയാണ്. ജിൻഡോ വളരെ ദുഃഖത്തിലാണ്. എങ്കിലും നമ്മളോട് അത്യാവശ്യ കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ജിൻഡോ നമ്മോട് ചേർന്നു. ജിൻഡോ, സഹോദരൻ്റെ വേർപാടിൽ വിഷമമുണ്ട്, നമുക്കുമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം ഒന്ന് പറയാവോ, നിങ്ങൾ ആരൊക്കെയാണ്, സഹോദരങ്ങൾ ആരൊക്കെയാണ്? ഞങ്ങൾ 3 പേരായിരുന്നു. അച്ഛൻ ഇളയതായിരുന്നു, ഏറ്റവും ഇളയതായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 ആണുങ്ങളാണ്. പിന്നെ പപ്പ, മമ്മി. പപ്പ 4 കൊല്ലം മുമ്പ് എൻ്റെ കുർബാനയ്ക്ക് മുമ്പേ മരിച്ചുപോയി, സുഖമില്ലാതെ ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ 4 ആളായിരുന്നു ഉണ്ടായിരുന്നത്. ഷിൻസിന് ചെറുപ്പം മുതലേ അച്ഛനാകണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പള്ളിയിൽ അൾത്താരവാരനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നാലും വെറുതെ കുർബാനയൊക്കെ ചൊല്ലി, വെറുതെ പുസ്തകം നോക്കി കുർബാനയൊക്കെ ചൊല്ലി പഠിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങളോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. പപ്പായും മമ്മിയും സന്തോഷത്തോടെ യാത്രയാക്കി സെമിനാരിലേക്ക്. 3 കൊല്ലമായി ഇപ്പോൾ കുർബാന കഴിഞ്ഞിട്ട്. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ആകസ്മികമായ ഒരു മരണം ഞങ്ങൾ വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നാണ്. സഹോദരനെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഓർമ്മകൾ എന്തെങ്കിലും? ചെറുപ്പകാലത്തിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവനുണ്ടായത്. അപ്പോൾ ആ ഒരു കുഞ്ഞനീൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ കാര്യമായിരുന്നു. ഇവനെപ്പോൾ വന്നാലും വീട്ടിലും വരും. ഞാൻ വേറെയാണ് താമസിക്കുന്നത്, അപ്പോൾ അങ്ങോട്ട് എപ്പോഴും വരുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു സഹോദരങ്ങളെ പോലെ, ഞങ്ങളൊരു സുഹൃത്തുക്കളെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ അതിലൊരു ഭയങ്കര ദുഃഖമുണ്ട്. മമ്മിയാണെങ്കിലും ഇപ്പോൾ പപ്പ മരിച്ചതിൻ്റെ ഒരു ഞെട്ടിൽ നിന്ന് മാറിയിട്ടില്ല ഇപ്പോഴും. മമ്മിയാണ് പപ്പയെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതും കൂടെ അമ്മയ്ക്ക് താങ്ങാൻ പറ്റാത്ത ദുഃഖമാണുള്ളത്. അമ്മ ഇപ്പം ഇല്ല, കിടപ്പല്ല, ഇപ്പം കുഴപ്പമില്ല. അങ്ങനെ വേറെ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. വേറെ അങ്ങനെ ഇപ്പം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പപ്പ മരിച്ചതിൻ്റെ ആ ഒരു ഞെട്ടിൽ നിന്നിങ്ങനെ മാറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സന്തോഷമായിട്ട് ഇങ്ങനെ കഴിയുമായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഷിൻസ് വീട്ടിൽ വന്നിട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. തലശ്ശേരി പോകേണ്ട ആവശ്യത്തിന് വന്നപ്പം ജസ്റ്റ് ഇവിടെ വന്ന് ഞങ്ങൾ കണ്ടിട്ടാണ് പോയത്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ പിതാവ് മരിച്ചിട്ട് 3 വർഷങ്ങളായതേ ഉള്ളൂ. അതിൻ്റെ ഒരു വേദനയിൽ നിന്നും അതിൻ്റെ ഒരു ദുഃഖത്തിൽ നിന്നും കരകയറിക്കൊണ്ടിരിക്കുന്ന ആ ഇടയിലാണ് ഈ കുടുംബത്തിന് നമ്മുടെ ഷിൻസച്ചൻ്റെ വേർപാട് കൂടെ താങ്ങേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം ദൈവം നമ്മളോട് കൂടെയുണ്ടെന്നുള്ള ബോധ്യമാണ്. തമ്പുരാൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് തനിക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്ത് വിളിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്കും ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിലും വേദനയിലും പങ്കുചേരാം. അച്ഛനു വേണ്ടിയും അച്ഛനോടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.